ആളുകളുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് വളർന്നു വരുന്ന ഒരു വലിയ കച്ചവടമായി മാറിയിരിക്കുകയാണ് നമ്മളെ നാട്ടിലുള്ള ചാരിറ്റികൾ. ഇതൊരു നല്ല ബിസിനസ്സും അതുപോലെ തന്നെ തട്ടിപ്പിന് പറ്റി നല്ലൊരു ഏരിയ ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ ഇതിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ ഈയിടെയായിട്ട് കേൾക്കാറുണ്ട്. ജീവമാതാ കാരുണ്യഭവൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഈയിടെയായിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട് അല്ലേ? അത്ര ശുഭകരമായ വാർത്തകളൊന്നും അല്ല ആ സ്ഥാപനത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരി. അതൊരു അനാഥാലയമാണ്. പ്ലസ് അവിടെ കുറച്ച് വയസ്സായ ആളുകൾ, ആരും സംരക്ഷിക്കാനില്ലാത്ത വയസ്സായ ആളുകളും താമസിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ അംഗസംഖ്യയിലാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്നൊരു സ്ഥാപനം അല്ലാതെ, അതുകൂടാതെ തന്നെ ഒരുപാട് അല്ലാതെയുള്ള ആളുകളുടെ സഹായം എല്ലാം കിട്ടിയിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഈ പറഞ്ഞ ഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീയും അവരുടെ ഫാമിലിയും ഈ സ്ഥാപനവും എല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇടം പിടിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം കേട്ടുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയുടെ ഏക മകനെ കൊണ്ട് അവർ ഈ സ്ഥാപനത്തിലുള്ള അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിനെ വിവാഹം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതുവഴി ഒരുപാട് ഇവരുടെ ഇൻ്റർവ്യൂസൊക്കെ നമ്മളുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണാം. അപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അത്രയും അവരുടെ നന്മയെക്കുറിച്ച്. ഇത്രയും ഈ സ്ത്രീധനങ്ങളുടെ പേരിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നമ്മൾ കേൾക്കുകയാണ് ഒരു സ്ത്രീ അവരുടെ ഏക മകനെ കൊണ്ട് അനാഥയായ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അത് ആളുകൾക്ക്, സമൂഹത്തിന് വളരെ മാതൃകയാവേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ ആ രീതിയിൽ അത് വളരെയധികം ചർച്ചയായിരുന്നു. അതിനുശേഷം ഇവരത് ഫേമസ് ആയപ്പോൾ ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അതിൽ ഫാമിലി വ്ളോഗ്സ് ആണ് അതിൽ കണ്ടന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഈ തുടക്ക സമയത്ത് ഇവരുടെ വിവാഹ സമയത്ത് ഉണ്ടായിട്ടുള്ള ഇൻ്റർവ്യൂസിൽ ഈ പയ്യൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കങ്ങനെ വിവാഹം ചെയ്യണം എന്നിപ്പോൾ താല്പര്യമില്ലായിരുന്നു, പക്ഷേ അമ്മയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ വിവാഹം ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫാമിലി വ്ളോഗിൽ ഇതുപോലെ അവർ ഈ പറയുന്ന ഗിരിജ എന്ന് പറയുന്ന അവരുടെ അമ്മ ഒരു വീട് വാങ്ങിക്കൊടുക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ യൂട്യൂബിലെ കണ്ടന്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഫാമിലി വ്ളോഗിൽ ഓഡിറ്റിംഗ് നടക്കുന്ന പോലെ തന്നെ ഇവരുടെ ഫാമിലി വ്ളോഗ്സിൽ നടക്കുന്ന കാര്യങ്ങളും ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. കമൻസിൽ ആളുകൾക്ക് വിഭിന്നമായ അഭിപ്രായം ഉണ്ടാവാറുണ്ട്. ഈ പയ്യൻ്റെയും ഈ പെൺകുട്ടിയുടെയും ജീവിതത്തിൽ ഈ അമ്മ കുറച്ച് അനാവശ്യമായി ഇടപെടുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ഇവരുടെ ചാനലിൽ ഇവരുടെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ വന്നു. പിന്നെ വളകാപ്പ് അങ്ങനത്തെ ഫങ്ഷൻസിൻ്റെയൊക്കെ വീഡിയോസ് വന്നു. അപ്പോൾ സാധാരണ ഈ വളകാപ്പ് പോലത്തെ സെറിമണീസ് ഒക്കെ നടത്തുന്നത് 7th മന്തിലാണ്. അപ്പോൾ 5th മന്തിൽ ഇത് നടത്തുന്നതായിട്ടാണ് ഇവർ വീഡിയോസൊക്കെ ഇട്ടത്. അപ്പോൾ തൊട്ട് കമൻറ്റ് ബോക്സിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ അങ്ങനെ നടത്തിയത് ആ രീതിയിൽ. ശേഷം ഡെലിവറി വീഡിയോ, ആ സമയത്ത് 7th മന്താണ് ഈ കുട്ടിക്ക്. അങ്ങനെ 7th മന്തിലാണ് ഡെലിവറി നടക്കുന്നത്. അതോടുകൂടി കമൻറ്റ് ബോക്സ് ഫുള്ള് ക്വസ്റ്റ്യൻസും ഡൗട്ട്സുമായി. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവർ വന്നു, പ്രിമച്യൂർ ആയിട്ടാണ് ബേബി ഉണ്ടായത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും വിശ്വസിക്കാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ ഇവർ ചെയ്ത് മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഫാമിലി ബ്ലോഗേഴ്സ് ആണല്ലോ, ഫാമിലി ബ്ലോഗേഴ്സ് ഇങ്ങനെ ഇരുന്ന് കഥ പറയുമല്ലോ എല്ലാ കാര്യങ്ങളും. ഇവർ പറഞ്ഞു ബേബിയുടെ വെയിറ്റ് 2 ആണ് എന്നുള്ള രീതിയിൽ. പിന്നെ ഈ പെൺകുട്ടി പ്രസവത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്ന വീഡിയോസ് ഒക്കെ ഇവരെടുത്തു വെച്ചു. സാധാരണ ഒരു പ്രിമച്യൂർ ആയിട്ടുള്ള ഒരു ഡെലിവറിയാണ് നടന്നത് വെച്ചെങ്കിൽ നമുക്കറിയാം കുറച്ച് അധികം ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. അതുപോലെ കുട്ടി വെയിറ്റ് കുറച്ച് കുറവായിരിക്കും. 7th മന്തിൽ എന്തായാലും ഈ വെയിറ്റുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബീനെ ഡെലിവറി ചെയ്തിട്ട് ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആളുകൾ മനസ്സിലാക്കിയെടുത്തപ്പോൾ ഈ കുട്ടി കൺസീവ് ചെയ്തത് വിവാഹത്തിന് മുന്നേയാണ് എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും വന്നു. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി കല്യാണത്തിന് മുന്നേ കൺസീവ് ചെയ്തിട്ടുണ്ടാവണം. കല്യാണത്തിൻ്റെ സമയത്ത് കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ കൺസീവ് ചെയ്തത് അതിനും 2.5 മാസം മുന്നെയാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് പോസ്കോ കേസിൻ്റെ അണ്ടറിൽ വരും. ഈ പയ്യനെതിരെ പോസ്കോ കേസ് വരും. അപ്പോൾ ഇതിന് 2 പക്ഷമുണ്ട്. ഒരു പക്ഷം ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പെൺകുട്ടിയെ അവൻ വിവാഹം ചെയ്തു, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ ഇവൻ നിയമ നടപടികൾ നേരിടേണ്ടി വരികയാണെങ്കിൽ അതും ഇൻഡയറക്റ്റായിട്ട് ബാധിക്കുക ഈ പെൺകുട്ടീനെയും ഈ കുഞ്ഞിനെയല്ലേ എന്നുള്ള രീതിയിലൊരു പക്ഷം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യത്തിന് ഒരു നിയമമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ഇതിലെല്ലാം നമ്മളെല്ലാവരും ബോധവാന്മാരല്ലേ? ഇത്തരം രീതിയിലുള്ള പൊട്ടത്തരങ്ങളിലേക്ക് പോകുമ്പോൾ സ്വന്തം അമ്മ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ കയറിയിട്ട് അവിടുത്തെ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, അതുവരെ ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ബോധം ഉണ്ടാവണ്ടേ?
ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്തരം എല്ലാ സ്ഥാപനങ്ങളുടെയും കൃത്യമായ ഓഡിറ്റിംഗ് എന്നുള്ളത് മാത്രമാണ്. അതായത് ഈ ഒരു താൽക്കാലികമായിട്ട് ഈ ഒരു കേസ് മാത്രം നോക്കുക എന്നുള്ളതല്ല. ഇവിടെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും വയസ്സായ ആളുകളൊക്കെ ചൂഷണം ചെയ്യപ്പെടാതെ അവർക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ അത് അവരുടെ അവകാശമാണ് കേട്ടോ. ഇത്തരം സ്ഥാപനങ്ങൾക്ക് അവർക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്, അല്ലാതെ ആരുടെയും ഔദാര്യമല്ല അത് അവരുടെ അവകാശമാണ്. അപ്പം ഇനി മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.